കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ അത് മുതൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായാലും അതിനുശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പായാലും കോൺഗ്രസിലെ എന്നല്ല ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ഷാഫി പറമ്പിലാണ്. യാതൊരു സംശയവും അതിനകത്ത്. ഷാഫി യൂത്താണ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മാത്രമല്ല യൂത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഷാഫിക്ക് നല്ലൊരു സാധ്യതയുണ്ട്. ഞാനത് കണ്ടത്, ഈ അച്യുതാനന്ദനെ കണ്ടത് യൂത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഇത്ര വയസ്സാണെങ്കിലും യൂത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു നേതാവ് അച്യുതാനന്ദൻ. കാഫിർ എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് ഷാഫിയെ ടാർഗറ്റ് ചെയ്തെങ്കിലും അത് ചെന്ന് കൊണ്ടത് CPMന്റെ തലയ്ക്കാണ്. പഴയ PR വിഗ്രഹങ്ങൾ ഏതാണ്ട് തകർന്നടിഞ്ഞു പോയി. പിണറായി വിജയന് പറ്റുന്ന പോലെ PR വിഗ്രഹം തകർന്നടിഞ്ഞു, ജനകീയ വിഗ്രഹം വളർന്നു വന്നു. അങ്ങനെയാണ് ഷാഫി ശരിക്കും കേരള പൊളിറ്റിക്സിൽ ഒരു വലിയ ആളാവും. കേരളത്തിൽ സെക്യുലറായ ഒരാൾ ന്യൂനപക്ഷത്തിൽ നിന്ന് വരുന്നു. ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം മുസ്ലിം ലീഗിൽ പോലും കണ്ടുവെന്ന് ഞാൻ വിചാരിക്കണം. ഇപ്പോഴും മുസ്ലിം ലീഗിൽ പോലും ഷാഫിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി 90 അല്ലെങ്കിൽ 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വിജയമാണ്. അങ്ങനെയാണെങ്കിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അതിന് ഒപ്പം ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരാളല്ലേ ഷാഫി പറമ്പിൽ. കാര്യം 140 നിയോജക മണ്ഡലങ്ങളിൽ 80 കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തി. നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ നിലവിലുണ്ടാകില്ല. എനിക്ക് ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ ഒരു പൊസിഷനിൽ എത്തിയ ആളാണ് ഷാഫി പറമ്പിൽ. അപ്പൊ അങ്ങനെ 100 സീറ്റ് UDF 90 മുതൽ 100 സീറ്റ് വരെ നേടി അധികാരത്തിൽ എത്തുകയാണെങ്കിൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഇലക്ഷൻ മാനേജ്മെന്റിനിപ്പുറം ഷാഫി മാജിക്കും കേരള രാഷ്ട്രീയത്തിൽ നടന്നു എന്ന് കരുതേണ്ടി വരില്ലേ? സൗവർണിക ചോദിച്ച ചോദ്യത്തിന് ഞാൻ വേറൊരു രീതിയിൽ ഉത്തരം പറയാം. കേരളത്തിൽ ക്രൗഡ് പുള്ളർമാരായ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയായിരുന്നു എന്ന് നമ്മൾ ലിസ്റ്റ് എടുത്താൽ അടുത്ത കാലത്ത് CPMൽ നിന്ന് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ. കാരണം VS അച്യുതാനന്ദൻ വരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരല്ലാത്ത കുറേ ആളുകൾ അവിടെ വന്നിരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ പിണറായി വിജയനോ ഇപ്പോൾ ഏത് നേതാക്കന്മാരോ വരുന്നു എന്ന് പറഞ്ഞാൽ അതറിഞ്ഞ് അവിടെ ഒരു ക്രൗഡ് വരാനുള്ള സാധ്യതയില്ല. ഒരു പാർട്ടിക്കാർ പോലും ഓടിപ്പറഞ്ഞ് വരില്ല, വിളിച്ചു വരുത്തണം. ഒരു ഇൻവൈറ്റഡ് ഓഡിയൻസ് ആണ് അവർക്കൊക്കെ ഉള്ളത്. പിന്നെ അതിന് വ്യത്യാസം വന്ന ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. കരുണാകരന് പോലും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ പോലും ഉമ്മൻചാണ്ടി ഉണ്ടാവുക എന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റമാണ്. ഒരു പക്ഷേ ഉമ്മൻചാണ്ടി ഇല്ലാതെ നേരിടുന്ന ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇതായിരിക്കും കോൺഗ്രസ് നേരിടുന്നത്. ആ കുറവ് നികത്തിയെന്ന് മാത്രമല്ല, ആ കുറവിനെ മറികടക്കാൻ സതീശൻ ഒരു പരിധിവരെ ക്രൗഡ് പുള്ളറായിട്ടുണ്ട്. അത് സതീശൻ എടുക്കുന്ന ശക്തമായ നിലപാട് കൊണ്ടും മാധ്യമ ശ്രദ്ധ കിട്ടുന്നതുകൊണ്ടും അതിലേറെ എതിരാളികൾ കുറ്റം പറയുന്നത് കൊണ്ടുമാണ്. അങ്ങനെയാണ്. ഇപ്പം നുണേശൻ എന്നൊക്കെ വിളിച്ചോടുകൂടി സതീശൻ്റെ സ്റ്റാറ്റസ് ഉയർന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 100 സീറ്റ് എന്ന് പറയുക, വനവാസത്തിന് പോകും എന്ന് പറയുക, ഇതൊക്കെ സതീശനെ അതുപോലെ നിലപാടുകൾ. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ അത് മുതൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായാലും അതിനുശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പായാലും കോൺഗ്രസിലെ എന്നല്ല ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ഷാഫി പറമ്പിലാണ്. യാതൊരു സംശയവും അതിനകത്തില്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഷാഫിയുടെ ഗ്രാഫ് കുത്തനെ വല്ലാതെ ഉയർത്തി. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഷാഫി ചെറുപ്പമാണ്, നന്നായി സംസാരിക്കാൻ അറിയാം. ഷാഫി 100% സെക്യുലർ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം സെക്യുലർ ലീഡർഷിപ്പിന് കേരളത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദന് ഒരു പരിധി ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയ്ക്കായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ഒരു വേറൊരർത്ഥത്തിൽ ഒരു ജനകീയത ഉണ്ടായിരുന്നെങ്കിൽ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ സതീശൻ്റെ പോലെ ഉറച്ച സെക്യുലർ നിലപാട് ഷാഫിക്കുണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷവും ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നുള്ള മണ്ഡലത്തിൽ വലിയ ശക്തിയായി ഷാഫി മാറുകയും ഷാഫി ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അത് കാണിക്കുകയൊക്കെ ചെയ്തു. വടകര തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഷാഫിയാക്കിയത് എന്ന് ഞാൻ കരുതുന്നു. പാലക്കാട് നിന്ന് ഷാഫി വരുമ്പോൾ ഷാഫി വളരെ വൈകിയാണ്, താരതമ്യേന വൈകിയാണ് വരുന്നത്. മുരളീധരനാണ് മത്സരിച്ചത്, അദ്ദേഹം തൃശ്ശൂർക്ക് മാറുന്നു. ഒരുപക്ഷെ മുരളീധരൻ മത്സരിച്ചെന്നെങ്കിലും ജയിക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പക്ഷേ ഷാഫി വരുന്നതോടുകൂടി അതിൻ്റെ ലെവൽ മുഴുവൻ മാറും. ഷാഫിയുടെ ലാൻഡിങ് തന്നെ വലിയ തോതിലുള്ള ഒരു വികാരം വടകരയിൽ ഉണ്ടാക്കും. ഈ ആളുകൾ പറയുന്ന പോലെ വടകര മുസ്ലിം മണ്ഡലമല്ല. 60% വോട്ട് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ക്രിസ്ത്യൻ കുറച്ചു പേരുണ്ടെന്നൊക്കെ, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികൾ, ഹിന്ദുമത വിശ്വാസികൾ, ഹിന്ദു
വിഭാഗം എന്ന് പറയുന്ന ആളുകളിൽപ്പെട്ട സ്ഥലമാണ്. CPM-ന്റെ കരുത്തുകോട്ടകളാണ് എല്ലാ സീറ്റും. അതിൽ വടകര മാത്രമാണ് രമ വന്നതുകൊണ്ട് ജയിച്ചതെങ്കിൽ 6 മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെ 2021 LDF പിടിച്ചെടുത്ത മണ്ഡലങ്ങൾ, LDF-ന്റെ മണ്ഡലങ്ങളാണ്. കൊയിലാണ്ടി ആണെങ്കിലും കുറ്റ്യാടി ആണെങ്കിലും നാദാപുരം ആണെങ്കിലും പേരാമ്പ്ര ആണെങ്കിലും ഒക്കെ ഷാഫി ഈ ജയിച്ച മണ്ഡലങ്ങളിലാണ് LDF ജയിച്ച മണ്ഡലങ്ങളിലേക്കാണ് ഷാഫി വരുന്നത്. അപ്പോൾ LDF-ന് അപ്പം തന്നെ ഒരു 1.5 ലക്ഷത്തിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, അവിടെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ശൈലജ ടീച്ചർ എന്ന ഒരു ലാർജർ ദാൻ സൈസ് എന്ന് പറയുന്ന അങ്ങനെ കാണിക്കപ്പെട്ട ഒരു വിഗ്രഹം അവിടെയുണ്ട്. കോവിഡ് നേരിട്ട ആളാണ്, മറ്റതാണ് മറിച്ചതാണ്, ആരോഗ്യമന്ത്രി ഗംഭീരമാണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ഒരു ഇമേജുണ്ട്. ആ ഇമേജിലേക്കാണ് ഷാഫി ലാൻഡ് ചെയ്യുന്നത്. ഷാഫിയുടെ ആ ലാൻഡിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കോൺഗ്രസിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ യൂത്ത് രംഗത്ത് വന്നുപോലെ, കോൺഗ്രസ് യൂത്ത് മാത്രമല്ല ലീഗിലെ യൂത്ത് ലീഗും, കോൺഗ്രസ് യൂത്തും ലീഗിലെ യൂത്തും യഥാർത്ഥത്തിൽ എനർജൈസ്ഡായി. അതാണ് ഒന്നാമത്തെ കാര്യം. ആ എനർജൈസ്ഡ് ആവുകയും അത് തന്നെ അതുവരെ കാണാത്ത രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രചരണങ്ങളും രീതികളുമൊക്കെ ഷാഫി സ്വീകരിച്ചു. ഷാഫി യൂത്താണ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മാത്രമല്ല യൂത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഷാഫിക്ക് നല്ലൊരു സാധ്യതയുണ്ട്. ഞാനത് കണ്ടത്, ഈ അച്യുതാനന്ദനെ കണ്ടത് യൂത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഇത്ര വയസ്സാണെങ്കിലും യൂത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു നേതാവ് അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടി പബ്ലിക് ആണെങ്കിൽ ഷാഫി യൂത്തുമായും പബ്ലിക്കുമായും ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സെക്യുലറായ ഒരു നേതാവാണ് എന്ന് ഷാഫിക്ക് കിട്ടി. ഷാഫിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതൊന്നുമല്ല, അത് CPM-കാർ ചെയ്തു കൊടുത്തത്. ഞാൻ അങ്ങനെ പറയും. ഷാഫിയെ CPM അങ്ങ് ടാർഗറ്റ് ചെയ്തു. CPM ആരെ ടാർഗറ്റ് ചെയ്താലും അവർക്ക് ഗുണം. CPM മാത്രമല്ല, ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇവിടെ മോഡി വിരുദ്ധ ആളുകൾക്ക് പറ്റിയ ഒരു പ്രശ്നം മോഡിയെ ടാർഗറ്റ് ചെയ്തു. മോഡിയെ ടാർഗറ്റ് ചെയ്തത് മോഡിക്ക് ഗുണമായിരുന്നു. കാരണം അവരുടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. കുറേ വിഡ്ഢിത്തങ്ങൾ പറയും, വിഡ്ഢിത്തം പറഞ്ഞാൽ ആളുകൾ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോഴും മോഡി ചായക്കാരനാന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഷാഫിയെ കമ്മ്യൂണലായി ചിത്രീകരിക്കാൻ ഇവരെടുത്തൊരു ശ്രമമാണ് ദയനീയമായി പരാജയപ്പെട്ടത്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ പലതരത്തിൽ ഷാഫി മുസ്ലിം അത് പറയുന്നു. അവസാനമാണ് കാഫിർ എന്ന് പറയുന്ന ആ സാധനം വരുന്നു. കാഫിർ എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് ഷാഫിയെ ടാർഗറ്റ് ചെയ്തെങ്കിലും അത് ചെന്ന് കൊണ്ടത് CPM-ന്റെ തലയ്ക്കാണ്. കാരണം നമുക്ക് മനസ്സിലായത്, അന്നറിഞ്ഞില്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗുകാരനെ അറസ്റ്റ് ചെയ്തെങ്കിലും അവസാനം അത് വന്ന് നിന്നത് CPM ഹാൻഡിലാണ്. നമുക്ക് അതറിയാം, അതൊരു MLA-യുടെ മകനാണ് അതിൽ വന്നത്. അപ്പോൾ ഷാഫിയെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ഒരു സാധനം വന്നതോടുകൂടി ഷാഫി ലാർജർ ദാൻ സൈസായി. ഷാഫിക്ക് വലിയ തോതിലുള്ള പിന്തുണ കിട്ടി. ഷാഫി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ശൈലജ ടീച്ചറും ഷാഫിയുമായിട്ടുള്ള താരതമ്യമാണല്ലോ വന്നത്. അപ്പോൾ ആരാണ് കൂടുതൽ ജനകീയൻ എന്ന ചോദ്യം വന്നപ്പോൾ പഴയ PR വിഗ്രഹങ്ങൾ ഏതാണ്ട് തകർന്നടിഞ്ഞു പോയി. പിണറായി വിജയന് പറ്റുന്ന പോലെ PR വിഗ്രഹം തകർന്നടിഞ്ഞു, ജനകീയ വിഗ്രഹം വളർന്നു വന്നു. അങ്ങനെയാണ് ഷാഫി ശരിക്കും കേരള പൊളിറ്റിക്സിൽ ഒരു വലിയ ആളാവും. മാത്രമല്ല, മലബാറിൽ നിന്ന് മുസ്ലിം കോൺഗ്രസ് നേതാക്കൾ അടുത്ത കാലത്തൊന്നും ആരും ഉണ്ടായിട്ടില്ല. ഒരു ആര്യാട മുഹമ്മദ് മലപ്പുറത്തുനിന്ന് വന്നതൊഴിച്ചാൽ അതുപോലും അദ്ദേഹം നിലമ്പൂർ എന്ന് പറയുന്ന ഒരു പ്രത്യേക തട്ടകത്തിൻ്റെ ആളായിരുന്നു. അല്ലാതെ അത്ര വലിയ ഒരു ശക്തനായ ഒരു ന്യൂനപക്ഷത്തിൽ നിന്നൊരു നേതാവ് കോൺഗ്രസ്സിന് വന്നിട്ടില്ല. അത് കോൺഗ്രസ്സിന് കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ പഴയ അബ്ദുറഹ്മാൻ സാഹിബോ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഉമ്മർ കോയൊക്കെ ഉള്ള ഒരു കാലം കഴിഞ്ഞാൽ പിന്നില്ല. ആ ഒരു വിടവാണ് നികത്തിയത്. കാരണം ലീഗിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടൂ എന്നതിൽ നിന്ന് മാറി ന്യൂനപക്ഷത്തിൻ്റെയും യൂത്തിൻ്റെയും വോട്ട് UDF-ലേക്ക് കൊണ്ടുവരാൻ അമാസ് ചെയ്യാൻ കഴിയുന്ന നേതാവായി ഷാഫി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഷാഫിയെ കൊടുക്കാൻ കുറെ നോക്കി, എവിടെ ഇറ്റില്ല. ശരിയാണ്, രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. VD സതീശനെ പോലെ ഒരാളാണ് ഇവരെ വളർത്തിക്കൊണ്ടുവന്നത്, നമുക്കറിയാം. ഇത് ഞാൻ 1970-കളുടെ ഒരു ഓർമ്മ എനിക്കുണ്ട്. 70-കളിൽ ഞാൻ കുട്ടിയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. അന്ന് 57 മന്ത്രിസഭയുടെ കാലത്താണ് AK ആന്റണിയും വയലാർ രവിയും ഒക്കെ പതുക്കെ വരുന്നത്. ഉമ്മൻചാണ്ടി പിന്നെ 67 EMS മന്ത്രിസഭയുടെ കാലവും അതിനെതിരായിട്ടുള്ള സമരവുമാണ് ഉമ്മൻചാണ്ടി, VM സുധീരൻ തുടങ്ങി വലിയൊരു യൂത്ത് നിര, ചെറിയാൻ ഫിലിപ്പ്, അതുപോലെയുള്ള വലിയൊരു യൂത്ത് നിര വരികയും അത് കോൺഗ്രസിന് കൊടുത്തിട്ടുള്ള ഊർജം ചെറുതൊന്നും ആയിരുന്നില്ല. ആ യൂത്ത് കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ വരുന്നത് വരെ, അടിയന്തരാവസ്ഥ വന്നപ്പോൾ അവർ വല്ലാതെ ഡിഫെൻസീവിലായി. അത് ശരിയാണ്. കരുണാകരൻ എന്ന് പറയുന്ന മഹാവിഗ്രഹത്തിനെ നിലയ്ക്ക് നിർത്തുകയും കോൺഗ്രസിൽ വെറും കളി മാത്രമല്ല യൂത്തിന് സ്ഥാനമുണ്ട് എന്ന് വരികയും ചെയ്ത ഒരു മാറ്റമുണ്ട്.
ആ മാറ്റം സതീശൻ ഒരു പരിധിവരെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഒരു വലിയ യൂത്ത് നിര ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കൂ, ഗ്രൂപ്പ് എന്തോ ആവട്ടെ, കോൺഗ്രസിലെ യൂത്ത് സ്ഥാനാർത്ഥി ലിസ്റ്റ് അല്ല, അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇത്രത്തോളം യൂത്തിനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് CPM അത് ചെയ്തുമില്ല. മുമ്പ് അങ്ങനെയല്ല പതിവ്. CPM കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തത് 1987 സെക്യുലർ എന്ന മുഖമാവ് ഉണ്ടാവുകയും ഇന്ത്യൻ ഓൾ ഇന്ത്യ ലീഗിനെ പുറത്താക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അന്ന് നടത്തിയ ഒരു ക്യാമ്പയിൻ 87 യൂത്തിന് പരമാവധി സ്ഥാനം കൊടുത്തു. ഈ എസ് ശർമ്മയും കടകംപള്ളിയും ഒക്കെ വരുന്നത് അങ്ങനെയാണ്, ആ ഒരു എനർജിയിലാണ്. അങ്ങനെ വന്നൊരു എനർജി നഷ്ടപ്പെടുകയും സിറ്റിംഗ് MLA-മാരെ കൊടുത്ത് ആന്റി ഇൻകംബൻസി തടയാം എന്ന് തീരുമാനിക്കുകയും 2-3 തവണ മത്സരിച്ച ആളുകൾക്ക് വീണ്ടും സീറ്റ് കൊടുക്കുകയും ചെയ്തതോടുകൂടി യൂത്തിനുള്ള എൻട്രി അവസാനിച്ചു. മാത്രമല്ല, യൂത്ത് നേതാക്കൾ വളർന്നു വന്നിട്ടുമില്ല CPM. അതിന് CPM-ന്റെ സ്ട്രക്ചറൽ പ്രശ്നമുണ്ട്. പിണറായി എന്ത് പറഞ്ഞാൽ അതനുസരിക്കണം എന്ന് പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന ഒരു വിഭാഗം യൂത്തിന് പറ്റില്ല. യൂത്ത് എപ്പോഴും ക്വസ്റ്റ്യനിങ് ആണ്. ആ ചോദ്യം ചോദിക്കാൻ എന്നുള്ള ആളുകളുള്ള ഏകാധിപത്യത്തെ യൂത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. ലോകത്ത് ഒരു രാജ്യത്തുമില്ല. ലോകത്തെ രാജ്യങ്ങളിൽ വിപ്ലവം നടന്നിട്ടുള്ള മുല്ലപ്പൂ വിപ്ലവം പോലുള്ള വിപ്ലവം നടന്ന സ്ഥലങ്ങളിലൊക്കെ, നേപ്പാൾ വരെ, അവസാനം ബംഗ്ലാദേശിലടക്കം യൂത്ത് നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നവരാണ്. ആ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന യൂത്ത് എന്ന അർത്ഥത്തിൽ കേരളത്തിൽ പിന്നെ കോൺഗ്രസ്സിൽ വരുന്നത്, ഞാൻ പറയും 2001 കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട സംഗതി 2025 25 വർഷം കൊണ്ട് അത് തിരിച്ചു വരും. 70 വന്നത് 2001 പോയി, ആന്റണി മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടി വന്നു, അങ്ങനെ വന്നു. ഇപ്പൊ 2026 എത്തുമ്പോഴേക്കും 25-26 എത്തുമ്പോഴേക്കും കോൺഗ്രസ് വീണ്ടും അതിൻ്റെ യുവത്വം വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ആയാലും പ്രചരണത്തിൻ്റെ ആളുകളായാലും അതിലേറ്റവും മർമ്മത്ത് നിന്ന ആൾ ഷാഫിയാണ്. ഇപ്പോൾ വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ കൊള്ളരാത്തവനാണ്, അയാളെ പുറത്താക്കേണ്ടി വന്നു. എന്നിട്ട് പോലും എല്ലാ കുന്തമുനകളും ഷാഫിക്ക് നേരെ വന്നിട്ട് പോലും ഷാഫി അതിനെ അതിജീവിക്കുകയും, ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്നത് കുറഞ്ഞ ദിവസമായതുകൊണ്ട് 80 മണ്ഡലങ്ങളാണ്. ഒരു 10 ദിവസം കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഷാഫി 140 മണ്ഡലങ്ങൾ പോകുമായി. ഇത് മാത്രമല്ല, എല്ലാ മണ്ഡലത്തിലും ആളുകൾ ഷാഫി വരണം എന്ന്. അത് മലബാറിൽ മാത്രമല്ല. ഞാൻ ഷാഫിയുടെ ഒരു റോഡ് ഷോ ചിറയൻകീഴിലാണ്, രമ്യ ഹരിദാസിൻ്റെ പ്രചരണം, അതിൻ്റെ വീഡിയോ ഉണ്ട്. ഷാഫി വരുന്നു എന്ന് പറയുമ്പോൾ കുറേ ആളുകളെ കൂടുകയാണ്. അത് ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ, CPM പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ അതൊരു കമ്മ്യൂണൽ വോട്ടല്ല. കേരളത്തിൽ സെക്യുലറായ ഒരാൾ ന്യൂനപക്ഷത്തിൽ നിന്ന് വരുന്നു. ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം മുസ്ലിം ലീഗിൽ പോലും കണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും മുസ്ലിം ലീഗിൽ പോലും ഷാഫിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളും യൂത്ത് വരുന്നു. ഇപ്പോൾ ഒരു ദളിത് വനിതയെ മുസ്ലിം ലീഗ് ജനറൽ കാൻഡിഡേറ്റായി കൂത്തുപറമ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഫാത്തിമ തഹ്ലിയ പേരാമ്പ്ര വരുന്നു. ഇതൊക്കെ ഒരു ഷാഫി ഇൻഫ്ലുവൻസ് ആണെന്നാണ് നേരിട്ട് അവർ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഷാഫി ഉണ്ടാക്കിയ ഒരു തരംഗം. യൂത്ത് ഇത് പിടിച്ചെടുക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ, അത്തരത്തിലുള്ള തരംഗം, അതാണ് ഷാഫിക്ക് വന്നത്. ഷാഫി കേരളത്തിലെ ഭാവി, വളരെ വലിയ ഭാവിയുള്ള ഒരു നേതാവാണ്. ഞാൻ അദ്ദേഹത്തെ കുമാരപിള്ള സാറിൻ്റെ സ്റ്റൈലിൽ ഏതെങ്കിലും പെണ്ണ് കേസിൽ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിയില്ലെങ്കിൽ കേരളത്തിൽ ഭാവി കാണുന്ന, ഒരുപക്ഷെ സതീശന് ശേഷം അല്ലെങ്കിൽ സതീശൻ്റെ പിന്തുടർച്ചക്കാരനായി ഞാൻ കാണുന്ന നേതാവാണ് ഷാഫി. അതുകൊണ്ട് ഷാഫിക്ക് വലിയൊരു ഭാവിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.